See, we are not supporting it, and we'd like to know from the government why is it doing this. When the law of the land says that adults have the right to choose their partner whom they want to live with, when all these things are actually the practices that are suddenly carried out, why currently they are practices that are being followed, why is this age limit being increased? ഒരാശയക്കുഴപ്പവും സി പി എമ്മിനില്ല. 21 വയസ്സാക്കാനുള്ള തീരുമാനം ഇന്ന് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. അത്തരൊരു നിയമത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്മേൽ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവന്നു. അതിൽ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. വിവിധ പാർട്ടികൾ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. UPA ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും നീക്കത്തെ എതിർക്കുമെന്ന് റിപ്പോർട്ട് വരുന്നു. തിങ്കളാഴ്ച കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. തീരുമാനത്തെ പിന്തുണയ്ക്കില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കുന്ന ദൃശ്യമാണിപ്പോൾ കണ്ടത്. തീരുമാനം സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല, പകരം വർഗീയ വിഭജനം ഉണ്ടാക്കാൻ മാത്രമേ ഈ നീക്കം ഉതകൂ എന്നതാണ് പാർട്ടിയുടെ നിലപാട്. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ ഉന്നമനം ലക്ഷ്യമിട്ട്, ചുരുക്കി പറഞ്ഞാൽ ശാക്തീകരണം ലക്ഷ്യമിട്ട നീക്കമെന്ന് കേന്ദ്രം വിശദീകരിക്കുമ്പോഴും പല കോണുകളിൽ നിന്നും പെൺകുട്ടികളടക്കം നീക്കത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വരുമ്പോഴും പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്നതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി വിയോജിക്കുന്നത് എന്തുകൊണ്ട്? ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപായി ഇന്ത്യയിൽ എപ്രകാരമാണ് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നത്, അതിന്മേൽ ഭേദഗതികൾ വന്നത് ഏത് വർഷമാണ് എന്നത് നമ്മൾ വളരെ വേഗം ഒന്ന് പരിശോധിക്കുകയാണ്. 1978 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി നിലവിൽ വന്നത് രാജ്യത്ത്. അതിനു മുൻപ് 1929 ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പാക്കിയ ശാരദാ നിയമം ആണ് നിലവിലുണ്ടായിരുന്നത്. ഈ ശാരദാ നിയമപ്രകാരം പെൺകുട്ടികൾക്ക് 14 വയസ്സ് വിവാഹത്തിന് പ്രായം, ആൺകുട്ടികൾക്ക് 18 എന്നതായിരുന്നു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇതിന് ബിൽ അവതരിപ്പിച്ച മുൻ ജഡ്ജി ഹാർബില ശാരദയുടെ പേരിലാണ് ഈ നിയമം അറിയപ്പെട്ടത്. ഈ നിയമം പിന്നീട് ഭേദഗതി ചെയ്തത് 1978 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിൽ വന്നത് 1978 ആ ഭേദഗതി പ്രകാരം സ്ത്രീകൾക്ക് 18 വയസ്സായി അവരുടെ വിവാഹപ്രായം ഉയർത്തുമ്പോൾ പുരുഷന്മാരുടേത് 21 വയസ്സാക്കി ഉയർത്തി. അന്ന് കൊണ്ടുവന്ന ആ ഭേദഗതിയാണ് ഇപ്പോൾ ഈ കാലം അത്രയും നിലവിലുള്ളത് എന്നതുകൂടി ഓർക്കുക. പിന്നീട് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി എന്നത് 2006 അന്ന് ബാലവിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു. ശൈശവവിവാഹം നിരോധിക്കപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വന്നു. പക്ഷേ അപ്പോഴും വിവാഹപ്രായത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹപ്രായം അത് എപ്പോഴായിരിക്കണം എന്ന കാര്യത്തിൽ മാറ്റം വരുന്നില്ല. അത് 18, 21 എന്ന തരത്തിലേക്ക് തന്നെ തുടർന്നു പോരുകയും ചെയ്തു. ഇനിയും ഇതിന് കടുത്ത ശിക്ഷ കൂടി ഉണ്ടായിരുന്നു. ഈ നിയമം ലംഘിച്ചാൽ, ശൈശവ വിവാഹ നിരോധന നിയമം ലംഘിച്ചാൽ അതിന് കൃത്യമായ ശിക്ഷയുണ്ടായിരുന്നു. അത് 2 വർഷം തടവും 1 ലക്ഷം രൂപ വരെ പിഴയും എന്നുള്ളതായിരുന്നു. അത്തരത്തിലേക്കൊക്കെയുള്ള നിയമമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ നിയമത്തിൽ ഒരു ഭേദഗതിയിലേക്കാണ് സർക്കാർ പോകുന്നത്. 21 വയസ്സാക്കി പെൺകുട്ടികളുടെയും വിവാഹപ്രായം ഉയർത്തുക എന്നത്. തിങ്കളാഴ്ച തന്നെ ഒരുപക്ഷെ ഇതിനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്മേൽ വിശദമായ ചർച്ച നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനത്തോടുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഇന്നിപ്പോൾ രംഗത്ത് വരികയും ചെയ്തത്. ഈ വിഷയം എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടായി വിവിധ പാർട്ടികൾ ഈ നിലപാടിനെ എതിർക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികളായി പങ്കെടുക്കുന്നത് മഹിളാ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്രീമതി പത്മജ മേനോൻ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, സമസ്തയുടെ പ്രതിനിധി ബഷീർ ഫൈസി ദേശമംഗലം, മുസ്ലിം ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീമതി പത്മജ മേനോനിലേക്കാണ്. ശ്രീമതി പത്മജ മേനോൻ, ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ മുൻനിര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. അതിൽ സ്ത്രീകളടക്കമുണ്ട് എന്നുള്ളതാണ് ഒരു അർത്ഥത്തിൽ ഒരളവ് വരെ നമ്മളെ ഒരല്പം അമ്പരപ്പിക്കുന്ന തരത്തിലേക്ക് കൂടി വളരെ പ്രമുഖരായ സ്ത്രീ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവർ പറയുന്നത് ഇത് സ്ത്രീ ശാക്തീകരണമല്ല ഇവരുടെ ലക്ഷ്യം, ഇതിന് പിന്നിൽ മറ്റെന്തോ അജണ്ടയുണ്ട് എന്നുള്ളതാണ്. അതിന്മേൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ ഒരുക്കമല്ലേ? ഇനിയിപ്പോൾ പാർലമെന്റിൽ ഇത് ബില്ലായി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും
ഇത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം നടപ്പിലാക്കാനായിട്ട് വിചാരിക്കുന്ന ഒരു തീരുമാനമാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ട് തന്നെയില്ല. ഇത് തുടങ്ങിയത് 2020 ജൂലൈ 31 ശ്രീമതി ജയ ജെറ്റ്ലി കമ്മിറ്റി സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ തുടങ്ങി വച്ചത് എന്ന് പറയാം. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പെൺകുട്ടികൾ 18 വയസ്സ് എന്ന് പറയുമ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അവർക്ക് പഠിക്കുവാനായിട്ട് കൂടുതൽ സാഹചര്യം കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി 18 വയസ്സിൽ വിവാഹിതയായി കഴിയുകയാണെങ്കിൽ വീട്ടിലെ റെസ്പോൺസിബിലിറ്റിയായി അതേ തുടർന്ന് വരുന്ന ധാരാളം അമ്മയാകുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങളായി അപ്പോൾ ആ കുട്ടിയുടെ പഠനം നിന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് മോഡി സർക്കാർ, NDA സർക്കാർ രാജ്യത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും ഉയർന്ന അവകാശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സുകന്യ സമൃദ്ധി യോജന മുതൽ വിദ്യാലക്ഷ്മി യോജന വരെ ഒരു പെൺകുട്ടിക്ക് പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും നല്ല മികച്ച രീതിയിൽ വായ്പ ലഭിക്കുന്നത് പോലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പെൺകുട്ടികൾ ഉയർന്നു വരണം. അവർക്കും ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും പുരുഷന്മാരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ജീവിതത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജയ ജെറ്റ്ലി കമ്മീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിവാഹപ്രായം ഉയർത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യസ്ഥിതി, കുഞ്ഞിൻ്റെയും അമ്മയുടെയും മരണനിരക്ക്, ഇതൊക്കെ വിവാഹപ്രായം ഉയർത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് തടയുവാൻ സാധിക്കുമോ? പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഇത് എത്രമാത്രം പ്രയോജനപരമായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അല്ലാണ്ട് വേറെ യാതൊരു തരത്തിലുള്ള ചിന്തകളോ വേറെ ഒന്നുമില്ല. പെൺകുട്ടികളുടെ നന്മ മോഡി സർക്കാർ പറയുന്നത് സബ്കെ സാത്ത്, എല്ലാവരുടെയും ഒപ്പം, സബ്കെ വികാസ്, എല്ലാവരുടെയും വികാസത്തിന് വേണ്ടി, സബ്കെ വിശ്വാസ്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതിൽ പുരുഷനും സ്ത്രീയും എല്ലാവരും ഉൾപ്പെടും. സബ്കെ എന്നാണ് പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ പെൺകുട്ടികളുടെ ഏറ്റവും നല്ല ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്, അവരെ ജീവിതത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, അവർക്ക് മികച്ച ജോലി ലഭിക്കുവാനായിട്ട്, ആ ജോലിയിൽ ഉന്നതങ്ങളിലേക്ക് എത്തുവാനായിട്ട്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ആ കുട്ടി ഒന്ന് മെച്യൂർ ആവാനായിട്ടൊരു അവസരം കൊടുക്കുവാനായിട്ട്, ആ കുട്ടിക്ക് പോഷകരമായ ആഹാരങ്ങൾ ലഭിച്ചുകൊണ്ട് ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വിഭാവന ചെയ്തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് വിചാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം, ഇപ്പോൾ വന്ന ഹെൽത്ത് സർവേയിൽ പറയുന്നു 1020 പെൺകുട്ടികൾ 1000 ആൺകുട്ടികൾക്ക് റേഷ്യോ ഉയർന്നിരിക്കുന്നു. ഇന്ത്യയിൽ അത് 990 ആയിരുന്ന സമയത്താണ് ഇപ്പോൾ 1020 ആയിരിക്കുന്നത് പെൺകുട്ടികളുടെ ജനന നിരക്ക്. അങ്ങനെ മോഡി സർക്കാർ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുകന്യ സമൃദ്ധി യോജന ഉൾപ്പെടെ മാതൃവന്ദന യോജന, ഒരു പെൺകുട്ടി അമ്മയാകാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും മികച്ച പോഷക പദാർത്ഥങ്ങൾ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ, അങ്ങനെ പെൺകുട്ടികളെ ചേർത്ത് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു ആലോചനയും നല്ലതാണെന്ന് മാത്രമേ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ എല്ലാവരും തന്നെ ഇതിൽ യാതൊരു ആശങ്കയും കാണുന്നില്ല. നല്ലൊരു തീരുമാനത്തിന് മുന്നോടിയാണ് ഈ ചർച്ചകൾ എന്നാണ് പലരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ശരി, ശ്രീ ബഷീർ ഫൈസി ദേശമംഗലം, ഇതിലിപ്പോൾ സ്ത്രീകളുടെ ഒരു നന്മ കണക്കിലെടുത്ത്, അല്ലെങ്കിൽ വരും തലമുറയുടെ കൂടി ഒരു നന്മ കണക്കിലെടുത്തുകൊണ്ട് എത്രയോ കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പല തലങ്ങളിലുള്ള പഠനങ്ങൾ ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ അത്തരത്തിലേക്ക് ഒരു പുരോഗമനപരമായ ചിന്താഗതി എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യമിടുന്നു, സ്ത്രീകളുടെ ആരോഗ്യപരമായ സാമ്പത്തികപരമായ ഒരു മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെയുള്ളൊരു തീരുമാനം എന്ന തരത്തിലേക്ക് കാണുമ്പോൾ നിങ്ങളിതിൽ ആശങ്കപ്പെടുന്നുണ്ടോ? ശ്രീമതി അനുജ ചോദിച്ച ഈ അവസാന വാക്കിൽ നിന്ന് ഞാൻ ആരംഭിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ വിഷയത്തെ ഒരു മതപരമായ പ്രതലങ്ങളിലൂടെ വായിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹിക പൊതുബോധം നിരന്തരമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ നോക്കൂ, ഹൈന്ദവ സമുദായത്തിലെ ഒരു പ്രതിനിധിയെ ഇതിലില്ല, ഒരു ചാനലിലെ ചർച്ചയിൽ നമ്മൾ കാണുന്നില്ല. ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു പ്രതിനിധിയെ നമ്മൾ കാണുന്നില്ല. മുസ്ലിം വിഭാഗത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ചാനലുകളിൽ നടന്ന ചർച്ചകളിലൊക്കെ
മുസ്ലിം മതവിഭാഗത്തിലെ പണ്ഡിതന്മാരെയോ അവരെ പ്രതിനിധീകരിക്കുന്നവരെയോ ഒക്കെയാണ് ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. ഇത് കൃത്യമായ ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായി ആണ് എന്ന് ഞാൻ പറയേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിച്ചാൽ. ഇത് കേവലം ഒരു മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നമല്ല. ഇന്ത്യയിലെ നമ്മുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യത്തെ പൗരന് അനുവദിച്ച് നൽകിയിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരെയായിട്ടാണ് ഇപ്പോൾ ഈ നിയമം എന്ന് പറയണം. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. പിന്നെ മുസ്ലിം സ്ത്രീകളെ പ്രത്യേകമായി ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം അത് അതിന്റെ പ്രതലങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമായി നമ്മൾ കാണണം. ഇനി ഞാൻ ചർച്ചയിലേക്ക് വരുമ്പോൾ വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വിവാഹപ്രായ പരിധി വർദ്ധിപ്പിക്കുന്നത് എന്ന് നേരത്തെ ഇവിടെ സംസാരിച്ച മാഡം വ്യക്തമാക്കുകയുണ്ടായി. വുമൺ എംപവർമെന്റിന് ഏറ്റവും അനിവാര്യമായ വിഷയം എന്ന് പറയുന്നത് വിവാഹപ്രായ പരിധി വർദ്ധിപ്പിക്കലാണ് എന്നതിന്റെ എന്ത് ന്യായമാണ്, കൃത്യമായ എന്ത് ന്യായമാണ് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്? ഇതുവരെ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല. നോക്കൂ, അനുജ തന്നെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ബ്രിട്ടീഷ് ഭരണകാലത്ത് 1929 സെപ്റ്റംബർ 28 പാസാക്കിയ ഒരു ബാലവിവാഹ നിയന്ത്രണ നിയമപ്രകാരം പെൺകുട്ടികൾക്ക് 14 വയസ്സ്, ആൺകുട്ടികൾക്ക് 18 വയസ്സ്, അങ്ങനെയായിരുന്നു വിവാഹപ്രായം. പിന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ബില്ല് അവതരിപ്പിച്ച ഹർബിലാസ് ശാരദയുടെ പേരിലാണ് ഈ നിയമം അറിയപ്പെട്ടത്. എത്ര പതിറ്റാണ്ടുകളാണ് ഈ രാജ്യത്ത് കടന്നുപോയിട്ടുള്ളത്? 1978 ഈ ശാരദ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വിവാഹപ്രായം 18 ആക്കി. എന്നിട്ട് എത്ര പതിറ്റാണ്ടുകളാണ് കടന്നുപോയിട്ടുള്ളത്? ഈ പതിറ്റാണ്ടുകൾക്കിടയിൽ രാജ്യം ഭരിച്ച, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രാജ്യം ഭരിച്ച ഭരണാധികാരികൾക്ക് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? ഇവിടെ എന്താ പറയാ, ശിശു മരണനിരക്ക് കൂടുന്നു എന്ന് പറയുന്നു. അത് 18 വയസ്സിൽ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നത് എത്രമാത്രം വിഡ്ഢിത്തമായ ഒരു വാദമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പോഷകാഹാര കുറവുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ ശിശു മരണങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. പട്ടിണി കിടക്കുകയാണ് ജനങ്ങള്. അതിനവർക്ക് ഭക്ഷണം നൽകണം, പോഷകാഹാരങ്ങൾ നൽകണം. ഭക്ഷണം കഴിക്കാനുള്ളത് മൗലികാവകാശമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകണം. അതിന് പരിഹാരമായി പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കിയാൽ ഇതൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞ് എന്ത് ലോജിക്കാണ്? അല്ലല്ല, അതിലൊരു ചോദ്യം എനിക്കുണ്ട് ശ്രീ ബഷീർ ഫൈസി. അതായത് ഇപ്പോൾ 18 വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടി, ഇപ്പോൾ ആ പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, പക്ഷേ ഉടൻ തന്നെ ആ പെൺകുട്ടിക്ക് അമ്മയാകേണ്ടുന്ന ഒരു അവസരത്തിലേക്ക് ആ പെൺകുട്ടി പോവുകയാണെന്നിരിക്കട്ടെ. പക്ഷെ ആ പെൺകുട്ടി ശാരീരികമായി ആ പെൺകുട്ടിക്ക് ഈ സയൻസ് പറയുന്നത് പ്രകാരം ആ പെൺകുട്ടി അതിന് പ്രാപ്തയാകുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന ഒട്ടേറെ കേസുകളുണ്ട്. ഇത് ആ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ താറുമാറാക്കുന്നു, ഒപ്പം തന്നെ ഉണ്ടാകുന്ന കുഞ്ഞിനും ഇത് ദോഷകരമാണ്. അങ്ങനെ അടുത്തൊരു തലമുറയെ പോലും ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നത് ഇത് ശാസ്ത്രം പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം എന്ന തരത്തിലേക്കല്ലേ ഇതിനെ നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, പെൺകുട്ടികൾ ഇപ്പോൾ 18 വയസ്സ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി പോലും അവർ ആകുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഡിഗ്രി പോലും പഠിക്കുന്നതിന് മുൻപ് പെൺകുട്ടി വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകുന്ന സാഹചര്യമുണ്ട്. ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കണം, നിർബന്ധിതയാകുന്ന സാഹചര്യമുണ്ട്. അത് നമ്മുടെ നാട്ടിലടക്കമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ തീരുമാനം പോസിറ്റീവായി നമ്മൾ കാണേണ്ടതല്ലേ? നോക്കൂ, 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഏത് കൃത്യമായ സയൻസ് ജേണലുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായത്? ഞാനതിന് എതിരായിട്ടുള്ള 18 വയസ്സായാൽ, ഞാനതിനെ വാദിക്കാൻ വേണ്ടി പറയുകയല്ല, 18 വയസ്സായാൽ അവരുടെ ജൈവികമായ ഘടന രൂപപ്പെടുമെന്നും അതിൽ പ്രാപ്തയാണെന്നും തെളിയിക്കുന്ന ധാരാളം സയൻസ് ജേണലുകൾ മറുഭാഗത്തുണ്ട്. അപ്പൊ അത്തരം ഒരു ചർച്ചയിലേക്ക് ഇതിന് കൊണ്ടുപോകേണ്ടതില്ല. ശാസ്ത്രം വെച്ച് തെളിയിക്കേണ്ട കാര്യമില്ല ഇത്. നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ അവരുടെ പഠനം നിന്നു പോകുന്നതാണ്. വിവാഹിതരായ എത്രയോ പെൺകുട്ടികള് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ സിവിൽ സർവീസ് എക്സാം പരീക്ഷയിൽ പങ്കെടുക്കണമെങ്കിൽ, അതിന്റെ പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ 21 വയസ്സായ ഒരു കുട്ടിക്ക് അതുകൊണ്ട് അവരുടെ എല്ലാ പഠനവും പൂർത്തിയാകുമെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ?
21 വയസ്സിന്റെ ഉള്ളിൽ അവർക്ക് സാധ്യമായ ഒരു പഠനം ഉണ്ടാവുമോ? 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ വാദപ്രകാരം, അല്ലെങ്കിൽ ഈ വാദം ഉന്നയിക്കുന്നവരുടെ വാദപ്രകാരം പിന്നെ അവർക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 30 വയസ്സിൽ വിവാഹമാക്കുകയല്ലേ നല്ലത്? അല്ല, അത്തരത്തിലേക്കുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 21 എന്നുള്ളത് തന്നെ വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ഉയർത്തുന്നുണ്ട്, പല കോണുകളിൽ നിന്നായി. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോൾ വരുന്ന ഈ തീരുമാനത്തെ നിങ്ങൾ അല്ല, അതിപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ഇപ്പോഴല്ല, എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത്? പഠനമാണ് വിഷയമെങ്കിൽ നോക്കൂ, ഈ വിഷയത്തില് 18 കല്യാണം കഴിച്ച് തീരൂ എന്ന അഭിപ്രായമൊന്നും ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന പോകുന്ന ഒന്നൊന്നുമല്ലല്ലോ. ഇപ്പൊ ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന തരത്തിലേക്ക് മാത്രമേ ഡിഗ്രി പോലും ആകുന്നുള്ളൂ. നമ്മളുടെ പെൺകുട്ടികളൊക്കെ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടിയാണ്. ഞാൻ ഈ കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു പരാമർശമാണിത്. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. 18 വയസ്സായ അല്ലെങ്കിൽ 19 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സായ ഒരു പെൺകുട്ടിക്ക് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നില്ല, അങ്ങനെ ഒരു പേഴ്സണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിയമപ്രകാരം രാജ്യത്ത് നടപ്പിലാക്കിയാൽ ക്രിമിനൽ കുറ്റമായി. മറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം. അങ്ങനെ ആഗ്രഹമില്ലാതെ നിർബന്ധിതമായി അങ്ങനെ 18 വയസ്സിൽ ഇപ്പോൾ നിയമം അത് അനുവദിക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന പെൺകുട്ടികളോ? അങ്ങനെ ഒട്ടേറെ പേരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ അവരുടെ കാര്യമോ? വളരെ ഒറ്റപ്പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അത് താങ്കളുടെ അഭിപ്രായമാണ്. സമൂഹം ഒരുപാട് വളർന്നിട്ടുണ്ട്, സമൂഹം ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ പല പെൺകുട്ടികളുടെയും അടുത്ത് ചെന്ന് പ്രതികരണം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും രസകരം ആയി തോന്നിയത്, രസകരം എന്ന് ഒരു ഭാഗത്ത് നമുക്ക് തോന്നാമെങ്കിൽ പോലും വളരെ കഴമ്പുള്ള ഒരു കാര്യമാണ്, ആ പെൺകുട്ടി പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ 18 വയസ്സ് ആയപ്പോൾ മുതൽ കല്യാണം മുടക്കിയാൽ മതി, ഇനിയിപ്പോൾ 21 വയസ്സാകുമ്പോൾ എനിക്ക് കല്യാണം മുടക്കി തുടങ്ങിയാൽ മതിയല്ലോ എന്നതായിരുന്നു. ഒരു ചുറുചുറുക്കുള്ളൊരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ആ പറഞ്ഞതിലൊരു വലിയ കാര്യമുണ്ടല്ലോ. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയിട്ടാണോ രാജ്യത്ത് ഒരു ബില്ല് പാസ്സാകേണ്ടത്? ഇത് ഇവിടെ ആരോടാണ് ഇത് ചർച്ച ചെയ്തത്? സമൂഹത്തോട് ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഈ ജയ ജെയ്റ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എങ്ങനെയാണ് അവർ ഇതിലൊരു റിപ്പോർട്ടിലേക്ക് എത്തിയത് എന്ന്. പല തലങ്ങളിൽ സർവകലാശാലകളിൽ ചെന്ന് വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിച്ച്, അതുപോലെ മറ്റ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പല തലങ്ങളിൽ സർവേ നടത്തി NGOകളുമായി സംവദിച്ച് പല വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേട്ട് അതിൽ പലരും പറഞ്ഞ അഭിപ്രായം അങ്ങനെയാണ് 21 എന്നതിലേക്ക് എത്തിയത്. 23 വേണം എന്നൊക്കെ പറഞ്ഞവർ ധാരാളമുണ്ട്. ഇതാണ് ജയ ജെയ്റ്റ്ലി പറഞ്ഞത്. പക്ഷേ 21 എന്നതിലേക്ക് ഭൂരിഭാഗം അഭിപ്രായപ്പെടുന്നു എന്നതിലെ ആ തരത്തിലേക്കാണ് 21 എത്തിച്ചേർന്നത് എന്നതാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടനാനുസൃതമായി ജീവിക്കാൻ അവകാശമുള്ള ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളുള്ള ഒരു ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യമാണ് ഇന്ത്യ. ഇത് ഏതെങ്കിലും കുറച്ച് സർവകലാശാലയിൽ പോയി ചർച്ച ചെയ്തതുകൊണ്ടോ മന്ത്രിസഭ തീരുമാനമെടുത്തത് കൊണ്ടോ ആയില്ല. പാർലമെന്റില് ഇതിന്റെ നന്മതിന്മകളെ കുറിച്ച്, ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച്, ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന അനുരണനങ്ങളെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കപ്പെടേണ്ടത്? ഞാൻ ചോദിച്ചാൽ അല്ല അതിപ്പോ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ ബില്ല് തിങ്കളാഴ്ച മറ്റോ അവതരിപ്പിക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്തരത്തിലേക്കാണ് സർക്കാർ ഇതിനെ സമീപിക്കാൻ പോകുന്ന വിശദമായ ചർച്ചകൾക്കൊക്കെ അവസരം ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷെ അതിനു മുൻപ് തന്നെ ഇത്ര വിയോജിപ്പമായിക്കൊണ്ട് ഓരോരുത്തർ രംഗത്ത് വരുമ്പോൾ അതെന്തുകൊണ്ട് എന്നതാണ് ഞാൻ ഉന്നയിച്ച ചോദ്യം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ താങ്കളൊരു ഇടത് നിരീക്ഷകനാണ്. CPIM ഇതിൽ കൃത്യമായ നിലപാട്, ഔദ്യോഗികമായ നിലപാട് തന്നെ ഇന്നിപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ്. സീതാറാം യെച്ചൂരി പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങനെയൊരു നിയമ ഭേദഗതി അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. അതുപോലെ തന്നെ ബൃന്ദ കാരാട്ടൊക്കെ കഴിഞ്ഞ ദിവസം അതിനിശ്ചിതമായാണ് ഈ നിയമ ഭേദഗതിക്കെതിരെ രംഗത്തെത്തിയത്. പലപ്പോഴും പുരോഗമനപരമായ പല കാഴ്ചപ്പാടുകൾക്കും നേതൃത്വം നൽകുന്ന CPIM ഒക്കെ ഈ വിഷയത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഒരല്പം അമ്പരപ്പോടെ തന്നെയാണ് നമ്മളൊക്കെ കാണുന്നതും. ഈ ഏറ്റവും ഒടുവിലായി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒക്കെ വരുമ്പോൾ പോലും അതിൽ CPIM വലിയ വിമർശനം നേരിട്ടു. അപ്പോൾ അവരെ എതിർത്തവർ ചിലർ പറഞ്ഞത് ഇത്ര പുരോഗമനപരമായ കാഴ്ചപ്പാടൊന്നും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം CPIM-നില്ല എന്നതൊക്കെയാണ്. ഇതൊക്കെ പറഞ്ഞ് ആ വിമർശനമൊക്കെ കേട്ട പാർട്ടി ഇക്കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറയുന്നത്? അനുജ, പാർട്ടിയുടെ പുരോഗമന ചിന്താഗതിയുടെ ഏറ്റവും ഒരു ദുഷ്ടാന്തം തന്നെയാണ് ഈ ഹിഡൻ അജണ്ടയുള്ള നിയമത്തെ എതിർക്കാൻ കാരണം. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം പുറത്തു വരുന്നതിന് മുമ്പേ ഇന്നലെ ഒരു ചാനലിൽ ചർച്ചയിൽ
ഈ പിന്നെ ബില്ലിനെ 21 വയസ്സ് പ്രായം വർദ്ധിപ്പിക്കാനുള്ള അതിന് ഞാൻ നിശ്ചിതമായി പല കാരണങ്ങളുണ്ട്. ഒന്ന് ഈ നിയമത്തിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്, ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത് സ്ത്രീകളുടെ പിന്നെ മനുഷ്യാവകാശത്തിന് മേലുള്ള ഏറ്റവും വലിയ ലംഘനം. പറഞ്ഞു പോകാം ശ്രീ റെജി ലൂക്കോസ്, ഇതിലെ ഈ ഹിഡൻ അജണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിഡൻ അജണ്ട എന്താണെന്നുള്ള BJP കൊണ്ടുവരുന്ന ബില്ലിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള ദുരുദ്ദേശമായിട്ടുള്ള പിന്നെ ഗൂഢലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ പെൺകുട്ടികളെ ലോകം എത്രയോ അഡ്വാൻസ് ആയി, 73 വർഷമായിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടും സ്ത്രീകൾക്ക് പോഷകാഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കില്ല എന്ന് വിലപിച്ചുകൊണ്ട് ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിനെ അതേപടി അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പിന്നെ കേന്ദ്രമന്ത്രിസഭ അത് പാസ്സാക്കുകയും അതിനിപ്പോ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ ലോകസഭയിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പ് ഈ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഒരു ഒറ്റ രാജ്യത്ത് പോലും ഇങ്ങനെ ഒരു നിയമമില്ല. ആകെ 20 വയസ്സിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൊരു നിയമമുള്ളത് ഇറാനിൽ മാത്രമാണ്. യൂറോപ്പിൽ അത് 18 യൂറോപ്പിലെ 2 രാജ്യങ്ങളിൽ 16 പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ US പോലുള്ള രാജ്യങ്ങളിൽ 18 വയസ്സിൽ സ്ത്രീക്കും പുരുഷനും വിവാഹം ചെയ്യാൻ പറ്റും. സ്ത്രീയുടെ അവകാശമാണ്. 18 വയസ്സിൽ വിവാഹം ചെയ്തിരിക്കണം എന്നൊരു നിയമം ഇന്ത്യയിലുണ്ടോ? ഇല്ലല്ലോ. 18 വയസ്സ് പൂർത്തിയായാലേ ഉള്ളത് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അനുജ ശ്രദ്ധിച്ച്, UP ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്നത്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് UP എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. രണ്ടാമത് വെസ്റ്റ് ബംഗാളാണ്. മൂന്നാമത് ബീഹാറാണ്. ഇപ്പോഴും രജപുത്രർ തുടങ്ങിയ ചില സമൂഹത്തിൽ ഈ ശൈശവ വിവാഹം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും 18 വയസ്സ് കർശനമായ നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് അത് പാലിക്കാൻ പറ്റാത്തൊരു ഭരണകൂടം ഈ രാജ്യത്തുള്ളപ്പോൾ 21 വയസ്സായാലും ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന്, അതിനെ കർശനമായിട്ട് തടയാൻ പറ്റുമെന്ന് അനുജ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തോ ഇപ്പം ബില്ലിൽ പറഞ്ഞിട്ടില്ല, ഇന്നലെ മുതലുള്ള ചില പിന്തിരിപ്പൻ ആൾക്കാർ പറയുന്ന 21 വയസ്സിൽ ഡിഗ്രി കിട്ടുള്ളൂ. എന്തൊരു ബാലിശമായിട്ടുള്ള ആരോപണം അത്. 18 വയസ്സിൽ പ്രായപൂർത്തിയായ വോട്ടവകാശമുള്ള രാജ്യത്ത് തനിക്ക് ലിവിംഗ് ട്യൂതറായിട്ട് ജീവിക്കാനുള്ള അവകാശം വന്ന ഈ രാജ്യത്ത്, ലൈംഗിക ബന്ധത്തിന് അവകാശമുള്ള ഈ രാജ്യത്ത്, വോട്ടവകാശത്തിന് പിന്നെ അവകാശമുള്ള രാജ്യത്ത്, വിവാഹിതയാകാൻ അവകാശമുള്ള രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് ഇനി 21 വയസ്സിലുള്ള തന്റെ ഇണയെ പിന്നെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എത്രയോ പുറകോട്ട് കൊണ്ടുവന്ന നിയമം. അതുകൊണ്ടാണ് CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് സ്ത്രീയുടെ അവകാശത്തിന് മേലുള്ള വെല്ലുവിളി കടന്നാക്രമണവും മനുഷ്യാവകാശ ലംഘനമായതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അല്ലാണ്ട് ഇത് പിന്തിരിപ്പനല്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ നിയമമാണ് പിന്തിരിപ്പൻ, ഞങ്ങളുടെ നിലപാടല്ല പിന്തിരിപ്പൻ നിലപാട്. യൂറോപ്പിൽ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ലോകത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കൂ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 94ാം സ്ഥാനത്തായിരുന്നു പട്ടിണി രാജ്യങ്ങളിൽ. 7 വർഷം കൊണ്ട് ഈ സർക്കാർ അതിനെ 104ാം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തിയിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഇവിടെ പട്ടിണിയാണ്, പോഷകാഹാരമില്ല, സ്ത്രീക്ക് അവളുടെ ജീവിത നിലവാരം ഉയർത്തുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ പ്രായം മുന്നോട്ട് പോകണം. അത് ഈ ഭരണകൂടത്തിന്റെ അതിന്റെ ബലഹീനതയല്ലേ, അവരുടെ നഗ്നമായ പരാജയമല്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ നിയമം എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. രണ്ടാമത് സ്ത്രീയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. 18 വയസ്സിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇനി 21 വയസ്സിലെ പ്രായപൂർത്തിയാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിവേചനവും ഏറ്റവും വലിയ കടുത്ത അവഗണനയുമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മറ്റൊന്നൂടെ, 18 വയസ്സിൽ പിന്നെ വിവാഹം കഴിക്കാനായിട്ട് ഇവിടെ എത്ര പെൺകുട്ടികൾ തയ്യാറാകുന്നുണ്ട്? ഇവിടെ 18 വയസ്സ് കഴിഞ്ഞാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലേ, അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലേ? വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ സർവേ നടത്തിയപ്പോൾ ഇനി ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വിവാഹം പാടില്ല എന്നിവർക്കൊരു ബില്ല് കൊണ്ടുവരാൻ പറ്റുമോ? ഇതാണ് നമ്മൾ പറയുന്നത്. ആധുനിക ലോകത്തിൽ ഒരു ഗ്ലോബൽ വില്ലേജായ ലോകത്തിലേക്ക് കണ്ണുവരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെ അപരിഷ്കൃത സമൂഹത്തിന്റെയും അവകാശ ലംഘനത്തിന്റെയും കൂട്ടവുമായിട്ട് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനുള്ള ഒരു അജണ്ടയാണത്, അല്ലെങ്കിൽ വിവരമില്ലായ്മയാണത്. പിന്നെ ഒരു കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് പെട്ടെന്ന് നിയമമായിട്ട് കൊണ്ടുവരാനായിട്ട് രാജ്യത്തെ ജനങ്ങളുമായിട്ട് സംവാദിക്കണ്ടേ? സ്ത്രീകളുടെ അവകാശങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു സമയം അവർക്ക് കൊടുക്കണ്ടേ? ഏതോ 1-2 പെൺകുട്ടികൾ തങ്ങൾക്ക് 23-24 വയസ്സിൽ മതി എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടാണ് നിയമം ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ താങ്കൾ ചില വിദേശ രാജ്യങ്ങളുടെ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു സംശയം എന്ന രീതിയിൽ ചോദിക്കുകയാണ്. നമ്മൾ ഈ ശൈശവ വിവാഹത്തെ നിരോധിച്ചുകൊണ്ട് എന്തിനു നിയമം കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ? കാരണം 14-15 വയസ്സൊക്കെ മറ്റ് രാജ്യങ്ങളിൽ ആ തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കും അങ്ങനെ ആകാമായിരുന്നു എന്ന രീതിയിലേക്ക് നമ്മൾ ഇനിയും പിന്നോട്ട് പോകണമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കളുടെ യുക്തി എന്താണ് എന്നത്. എന്റെ യുക്തി മനസ്സിലാകാത്ത അനുജിക്ക് മാത്രമുണ്ട്. കാരണം 18 വയസ്സിൽ ശൈശവ വിവാഹങ്ങൾ തടയാത്ത ഏതെങ്കിലും രാജ്യം ഉണ്ടോ അനുജിക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ചോദ്യം എന്നോട് ചോദിച്ചേ. ഞാൻ 18 വയസ്സിൽ 18 വയസ്സിനോടൊരു അതിർത്തിയാണ് ലോകത്ത് മിക്കയിടത്തുള്ളത്. 16 വയസ്സിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന നിയമമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങള്. ഞാൻ പറയും എന്തുകൊണ്ട് അവരാ നിയമം അതിലേക്ക് കൊണ്ടുവന്നേ? അവിടെ അവരുടെ ജനതയെ
പക്വതയുള്ള ജനതയായിട്ടും അല്ലെങ്കിൽ സ്വയം ശാക്തീകരണത്തിനുള്ള അവസരങ്ങൾ രാജ്യങ്ങൾ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ 16 വയസ്സ് അവകാശപ്പെടുന്നില്ല. 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള വിവാഹങ്ങൾ ഇപ്പോൾ അനവധി നടക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു സർവേയിൽ തെളിഞ്ഞതാണ്. ഞാനതാ പറഞ്ഞു, 1ാം സ്ഥാനം UP, 2ാമത് പശ്ചിമ ബംഗാൾ, 3ാമത് ബീഹാർ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ 18 വയസ്സ് പൂർത്തീകരിക്കാൻ പോലും സാധിക്കാതെ വിവാഹം നടത്തുന്ന പോയിന്റ്. അതായത് ഈ 18 വയസ്സ് എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ഇപ്പൊ വിവാഹം കഴിക്കാൻ ആരാണ്, ഏത് പെൺകുട്ടിക്കാണ് അങ്ങനെ നിർബന്ധിതയാകേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള താങ്കൾ ചോദിച്ചല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പലരുടെയും പ്രതികരണം എടുത്തപ്പോൾ എല്ലാ പെൺകുട്ടികളും ഈ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് നമുക്ക് ബൈറ്റ് തരികയുണ്ട്. അതിൽ തന്നെ ഏറ്റവും രസകരമായി തോന്നിയ ഒരു ബൈറ്റ് അത് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾപ്പിക്കുകയാണ്. ചർച്ചയിലേക്ക് തിരികെ എത്താം അത് കേട്ടതിന് ശേഷം. എല്ലാ പെൺകുട്ടിക്കും അങ്ങനെ ഇഷ്ടമോ? കല്യാണം പെട്ടെന്ന് കഴിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. 90% പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ നല്ലതാണ്, പക്ഷേ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കാനുള്ളതാണ്. നല്ലതല്ല, അത് ചീത്താണ്. 17 വയസ്സ് 12 വയസ്സിൽ 15 വയസ്സിലൊക്കെയാണ് കല്യാണം കഴിക്കേണ്ടത്. ഇനിയും കൂട്ടണം എന്താ, എല്ലാവർക്കും പഠിക്കാനെല്ലാം പറ്റും. കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നല്ലതല്ലേ, പെൺകുട്ടിക്ക് നല്ല ഭാവി ഉണ്ടാവില്ലേ. ഇപ്പോഴാണോ മാരേജിന് ആൾ റെഡി ആവുന്നത്, അപ്പം മാരേജ് കഴിപ്പിക്കാനുള്ള ഒരു ഏജ് അങ്ങനെ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. 21 വയസ്സ് മച്ചുറാവുന്നൊരു ടൈമാണ്. എന്തൊരു അഭിപ്രായം ചോദിച്ചാൽ ഒരു വിധത്തിലൊക്കെ നല്ലതാണ്, ഒരു വിധത്തിലൊക്കെ ശരിയല്ല, അത്ര തന്നെ. ഞാൻ മുസ്ലിം ലീഗ് പ്രതിനിധി ശ്രീ ഷാഫി ചാലിയത്തിലേക്ക് പോവുകയാണ്. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ലീഗിൻ്റെ നേതാക്കൾ ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൂടി നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ മുസ്ലിം വ്യക്തി നിയമത്തിനെതിരാണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളത് തന്നെയാണോ? ഒരു എക്കോ പോലെയുണ്ട്, പറഞ്ഞോളൂ, നോക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് 1952-ലും 1978-ലും ഒക്കെ ഇത്തരത്തിൽ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഒരു തൊഴിൽ ഉറപ്പുവരുത്തി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും രാജ്യത്തുണ്ടാകുക. ഞാൻ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിന് 18-ൽ വിവാഹം നടത്തുന്നത് നിയമവിരുദ്ധമാക്കേണ്ടതില്ല. എല്ലാവർക്കും 20-ലും 21-ലും 25-ലും 26-ലും ഒക്കെ വിവാഹം കഴിച്ചാൽ മതി. രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ 18-ൽ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ധ്വംസിക്കപ്പെടുന്നത്, നിഷേധിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ദേശമംഗലം, അദ്ദേഹം പണ്ഡിതനാണ്, റജി ലൂക്കോസ് എന്റെ സുഹൃത്താണ്, അതുപോലെ ഒരു സഹോദരി അപ്പുറമുണ്ട്. അവരൊക്കെ ഈ കാര്യത്തിലെ എല്ലാ പുരോഗമനം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഇതിനെ എതിർക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് അതിന്റെ നിലപാട് നേരത്തെ തന്നെ പാർലമെന്റിൽ ശക്തമായി പ്രചരിപ്പിച്ച അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി. ഇവിടെ 18 വയസ്സ് എന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ്, 100-ലേറെ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഈ വോട്ടവകാശം മാത്രമല്ല, ഏറ്റവും ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യേണ്ട ഡ്രൈവിംഗ് ലൈസൻസ്, മനുഷ്യന്റെ ജീവൻ പോണ കേസാണ്, അതിന് പോലും വയസ്സ് 18ആണ്. ഒരു മനുഷ്യന്റെ മൈനർ പൊസിഷൻ എൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സ്വത്താവകാശ കാര്യത്തിൽ അവിടെയും 18. ഒരുമിച്ച് ലിവിങ് ടുഗദർ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം 18-ലുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം 18-ലുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും നിയമവിരുദ്ധമല്ല. വിവാഹത്തിന് മാത്രം അത് 21 ആകാവൂ എന്ന് വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ലിവിങ് ടുഗദർ പ്രോത്സാഹിക്കപ്പെടും. ഈ ലിവിങ് ടുഗദർ പ്രോത്സാഹിക്കപ്പെട്ടാലുണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് അനുജ പഠിച്ചിട്ടുണ്ടോ? ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഗൂഗിൾ പോയിട്ട് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഫാദർലെസ് ചിൽഡ്രൻ, യൂറോപ്പ്, ഇന്ത്യ, അമേരിക്ക ഒക്കെ അടിച്ചു. ഈ ലിവിങ് ടുഗദർ ഉണ്ടാക്കിയ മാരകമായ മുറിവുകൾ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ തന്നെ റഹന ഫാത്തിമ എന്നൊരു ആക്ടിവിസ്റ്റും ഒരു മനോജും ചേർന്നുള്ള ലിവിങ് ടുഗദർ ഉണ്ടായി. ഇപ്പോൾ അവർ പിരിഞ്ഞിരിക്കുകയാണ്.
മനോജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് റഹന ഫാത്തിമ താനല്ലാത്ത പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്. ഞാൻ റഹനയല്ലാത്ത സ്ത്രീകളുമായി ഞാനും ബന്ധപ്പെടാറുണ്ട്. ഇരുവർക്കും പ്രശ്നമില്ല. ഇവർക്കിടയിൽ ഒരു കുഞ്ഞും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവർ രണ്ടുപേരും പിരിഞ്ഞു. കുഞ്ഞ് ഹോസ്റ്റലിൽ കിടക്കുന്നു. ഈ കുട്ടികൾ സ്റ്റേറ്റിന്റെ ബാധ്യതയായി മാറുകയാണ്. അവൻ എന്നിലുണ്ടാക്കിയ ഗർഭത്താലുണ്ടായ കുട്ടിയെ എന്തിന് ഞാൻ മാത്രം വളർത്തണം എന്ന് തോന്നുന്നു. അവൾക്ക് ജനിച്ച കുട്ടിയെ ഞാൻ എന്തിനു പോറ്റണം എന്ന്. ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞത് ഈ സൊസൈറ്റിയിൽ നിങ്ങൾക്കൊക്കെ അതിനൊക്കെ നിങ്ങൾ സ്വാതന്ത്ര്യമായി കാണുക. വിവാഹം മാത്രം എന്താണ് അപകടമായി കാണുക എന്ന നിരീക്ഷണം തെറ്റാണ്. ഇത് 18 പാടില്ല എന്ന് പറഞ്ഞാൽ വിവാഹം മാത്രം പാടില്ല, ബാക്കി എന്തും നിങ്ങൾ ആയിക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വിവാഹം എന്താ അപകടമാണ്? ഞങ്ങളെ മതത്തിന്റെ വീക്ഷണയെ കൊണ്ട് ബഷീർ ഫൈസി പറഞ്ഞത് മതത്തിന്റെ വീക്ഷണം കൊണ്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ മതത്തിൽ വിവാഹം ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ്. അതൊരു സിവിൽ എഗ്രിമെന്റ് ആണ്. വിവാഹത്തിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഇണയുമായി കൂടെ ജീവിക്കുവാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഞങ്ങൾ നോക്കിൽ സാധിക്കും. എല്ലാത്തത് കുറ്റകരമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില അത്യപൂർവ സാഹചര്യങ്ങളിൽ ഒരു ന്യൂനോൽപക്ഷത്തിനായിരിക്കാം ചിലപ്പം 18-ലോ 19-ലോ വിവാഹം കഴിക്കേണ്ടി വരാം. 1-2 ചെറിയ ഉദാഹരണം ഞാനിവിടെ സമർപ്പിക്കാം. രോഗിയായി കിടക്കുന്ന ഒരു പിതാവ് തന്റെ മകളുടെ ഏക മകൾ, ആ മകളുടെ ഒരു വിവാഹം നടത്തി കണ്ണടയുന്നതിന് മുമ്പ് ഒരു മകളുടെ വിവാഹം നടത്തിക്കാണെന്ന് ആഗ്രഹം. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ വിവാഹം നടന്നു കാണണമെന്ന് ആ കുട്ടിയും ആഗ്രഹിക്കുന്നു. നിയമം തടസ്സമാകാൻ പാടുണ്ടോ? ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ച 29-ലാണ്. സഹോദരിയുടെ വിവാഹം നടന്ന 23-ലാണ്. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ 23, 24-ലാണ് നടക്കുന്നത്, 25-ലാണ് നടക്കുന്നത്. അതൊക്കെയാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ വിവാഹം പലതിന്റെയും റെക്ടിഫിക്കേഷനാണ്. നമുക്കറിയാലോ, കൗമാരം, പ്രണയം, ഇതൊക്കെ പോയിട്ട് ചിലപ്പം അനൈച്ഛികമായി ചില അബദ്ധങ്ങളിൽപ്പെട്ട് ഗർഭം ധരിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അവിടെ എന്താ പരിഹാരം? ഒന്നുകിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കുക, കൊല്ലുക, ഭ്രൂണഹത്യ ചെയ്യുക. അല്ലെങ്കിലോ പറ്റുമെങ്കിൽ അവർ കല്യാണം കഴിച്ചുവിടുക. ഈ നിയമം വന്നാൽ അത് നടക്കുമോ? നടക്കില്ലെങ്കിൽ വിവാഹത്തിലൂടെയാണ് ഒരു കുഞ്ഞിന് നമുക്ക് ലീഗലി ഒരു പിതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ DNA-ലൊക്കെ പോകണം. ഈ രാജ്യത്തിന്റെ ആവശ്യപ്പാടാണ് ഏറ്റവും പ്രധാനം. ജയജെറ്റ്ലി കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായി പഠിച്ചു. അതിൽ പ്രധാനമായി പറയുന്നത് ആദ്യ പ്രസവത്തിലെ ആരോഗ്യാവസ്ഥയെ കുറിച്ചാണ്. പ്രോട്ടീന്റെ കുറവ്, പോഷകാഹാരക്കുറവ്. ഇത് പരിഹരിക്കേണ്ടത് വിവാഹപ്രായത്തിന്റെ വയസ്സ് കൂട്ടിയിട്ടാണ്. ഈ രാജ്യത്ത് ശിശുക്ഷേമ മന്ത്രാലയമുണ്ട്. ആ ശിശുക്ഷേമ മന്ത്രാലയം ഈ ജെയ്റ്റ്ലി കമ്മീഷൻ പ്രകാരം ആദ്യ പ്രസവ സമയത്തുള്ള മരണനിരക്ക്, സ്ത്രീയുടെ ദുർബലാവസ്ഥ, പോഷകാഹാരക്കുറവ് എന്നിത്യാദി ഒരുപാട് ഗൗരവം നിറഞ്ഞ കാര്യങ്ങളിലേക്ക് ചൂണ്ടുപലകയിടുമ്പോൾ സത്യത്തിൽ റെക്കമെൻഡേഷൻ പോകേണ്ടത് എവിടേക്കാണ്? ശിശുക്ഷേമ മന്ത്രാലയം വഴി കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന്റെ ബജറ്റ് പോർഷൻ മാറ്റണം, അത് വർദ്ധിപ്പിക്കണം. പല സ്റ്റേറ്റിലും അത് കിട്ടുന്നില്ല. ഈ ഗുജ്ജാറ്, അതേമാതിരി രജപുത്രര്, അതേപോലെ യാദവര് തുടങ്ങിയുള്ള ഒരുപാട് സമൂഹങ്ങളിലേക്ക് പോവുക. ചേരി പ്രദേശങ്ങൾ ചെയ്യുന്നത് 18 വയസ്സാകാൻ കാത്തുക കുട്ടിയെ കെട്ടിക്കാൻ. ഇല്ലെങ്കിൽ മറ്റു മാഫിയകൾ വന്ന് കൊണ്ടുപോകണം. ഈ കുട്ടികളുടെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, കുറെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞ് ആരെങ്കിലും എടുത്തുനിന്ന് സുരക്ഷിതമായി കഴിഞ്ഞോട്ടെ. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. എന്തായാലും ഈ കാര്യങ്ങൾക്കെല്ലാം 3 പേരും ഒരേ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ ഒരൊറ്റയാൾ മാത്രമാണ് നമ്മുടെ പാനലിലുള്ളത്, ശ്രീമതി പത്മജ മേനോൻ. ഇതിലിപ്പോൾ പലതരത്തിലുള്ള ആശങ്കകൾ ഒക്കെയാണ് ഇവർ ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം, മറ്റെല്ലാ കാര്യങ്ങൾക്കും 18 വയസ്സ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിൽ 18 വയസ്സ്, വോട്ടവകാശം 18 വയസ്സ്, ലിവിങ് ടുഗദർ അംഗീകരിക്കപ്പെട്ട നാട്, അതിലും 18 വയസ്സൊക്കെ ആകാം. അപ്പോൾ ഇങ്ങനെ ഒരു വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു വിവേചനം എന്ന ചോദ്യം. ഇതൊരു വിവേചനം എന്ന തരത്തിലേക്കാണ് ഇവർ ഇതിനെ കാണുന്നത്. മറ്റൊന്ന്, ഇതിലിപ്പോൾ പോഷകാഹാരക്കുറവ് എന്നൊക്കെയുള്ളതാണ് പ്രശ്നമെങ്കിൽ അവിടെയല്ലേ പരിഹാരം വേണ്ടത്? അതിന് ഈ നിയമനിർമ്മാണം നടത്തിയാണോ ഈ വിഷയത്തിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യം. മറുപടി. നേരത്തെ ഇടതുപക്ഷ സഹയാത്രികനായ
അദ്ദേഹം റെജി ലൂക്കോസ് ധാരാളം കാര്യങ്ങളുടെ രാജ്യങ്ങളിലെ വിവാഹപ്രായത്തെക്കുറിച്ച്, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവാഹപ്രായത്തെക്കുറിച്ച് പറഞ്ഞു. തൊട്ടടുത്ത് കിടക്കുന്ന അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലെ ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ചൈനയിലെ വിവാഹപ്രായത്തെക്കുറിച്ച് എന്തുകൊണ്ടോ അദ്ദേഹം മൗനിയായിരുന്നു. അവിടെ 20 വയസ്സും 22 വയസ്സുമാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള വിവാഹപ്രായം ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. നേരത്തെ ഇപ്പോൾ അനുജ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 18 എല്ലാത്തിനും വച്ചിരിക്കുന്നത്. പക്ഷേ ആൺകുട്ടികൾക്ക് വിവാഹപ്രായം 21. പാകിസ്ഥാനിലും ശരാശരി പ്രായം 21, 20 മുകളിലേക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി പത്മജ മേനോൻ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ 20നോ അതിന് മുകളിലേക്കോ വിവാഹപ്രായം വച്ചിരിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്ത് മാത്രം എന്തുകൊണ്ട് പെൺകുട്ടികൾ 18 വയസ്സ്? ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ബാലിഷ്യമായിട്ട് തോന്നി. അവർക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ എങ്ങനെ കല്യാണം കഴിക്കും? ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്. എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. 15 വയസ്സിലും 14 വയസ്സിലും പലപ്പോഴും പല പെൺകുട്ടികളും 6-7 മാസം ഗർഭിണിയായതിനു ശേഷം മാത്രം അറിഞ്ഞിട്ട് വരാറുണ്ട്. ആ കുട്ടികൾ എന്ത് ചെയ്യും? അവരെ 15 വയസ്സിൽ കല്യാണം കഴിപ്പിക്കുമോ? അല്ലെങ്കിൽ 12 വയസ്സിൽ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ 18നും 21നും ഇടയ്ക്ക് മനസ്സ് കുറച്ചും കൂടെ മെച്ചുറായിരിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുമ്പിലത്തെ അവസ്ഥയിൽ ഗർഭിണികളാവുന്ന കുട്ടികളെ കുറിച്ച് ഈ സഹോദരന്മാർക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇതൊക്കെ വളരെ എന്തൊക്കെയോ ഉത്തരങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ഉത്തരങ്ങൾ പറയുന്നു എന്ന് പോലെ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ. വളരെ വ്യക്തമായ ധാരണയോടുകൂടെ തന്നെയാണ് സഹോദരിമാരെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിത ലക്ഷ്യം അവർക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ അനുജ തന്നെ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് ഗ്രാജുവേറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ആവാനൊരു അവസരം നമ്മൾ കൊടുക്കണ്ടേ? ഇപ്പൊ പല ജോലികൾക്ക് പോലും മിനിമം ക്വാളിഫിക്കേഷൻ, നല്ല ജോലികൾക്ക് ഗ്രാജുവേഷനാണ് വയ്ക്കുന്നത്. പല സഹോദരന്മാരും ഈ ചർച്ചയിൽ എനിക്ക് അനുജയോട് പറയാനുള്ളൊരു കാര്യം, സ്ത്രീകളെയായിരുന്നു കൂടുതൽ വേണ്ടത്. കാരണം ഈ ബില്ല് ഈ സഹോദരന്മാർ പറയുന്ന പോലെ സ്ത്രീകളുടെ ഏജാണ് ഉയർത്തുന്നത്. ഇപ്പോഴും പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നു എന്നതിനുള്ള തെളിവായിട്ടാണ് ഞാൻ ഈ 3 പുരുഷന്മാരും ഈ ചർച്ചയിൽ. ഇതിൽ ഞങ്ങൾ സ്ത്രീകളെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ആദ്യം ശ്രമിച്ചത്. പക്ഷേ ഇതിൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തുറന്നു പറയുകയാണ്, പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, ആ പാർട്ടികളുടെ പേരോ അല്ലെങ്കിൽ ആ അതിഥികളുടെ പേരോ ഞാനിവിടെ പറയുന്നില്ല, ആ സ്ത്രീകളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞങ്ങളുടെ വ്യക്തിപരമായ നിലപാടിനെതിരാണ്, അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു. കണ്ടോ ശ്രീമതി അനുജ, ഇവരുടെ തന്നെ ശ്രീ റെജി ലൂക്കോസിന്റെ രാജ്യസഭാ അംഗമായിരുന്ന ശ്രീമതി TN സീമ, അവർ 2013 ശ്രീ മൻമോഹൻ സിംഗിന് എഴുത്തയച്ചിട്ടുണ്ട്. UN ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, നമുക്ക് എന്തുകൊണ്ട് ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2013 ഇവരുടെ രാജ്യസഭാ അംഗമായിരുന്ന TN സീമ ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിക്ക് എഴുത്തയച്ചതിന്റെ തെളിവുകളുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഒരുപോലെയും മറുസമയത്ത് മറുപോലെയും പറയുന്നതിൽ എന്താണ് അതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലാകുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഉന്നമനം മാത്രമാണ് ഇതിന്റെ പുറകിൽ. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ ഒരു ഹിഡൻ അജണ്ടയുമില്ല. സ്ത്രീകൾ നിങ്ങൾ തന്നെ കാണിച്ചല്ലോ, എത്രയോ പേരല്ല, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കാണിച്ചു, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കാണിച്ചു. അവരാരും തന്നെ ഇതിനെ എതിര് പറയുന്നില്ല. കാരണം പെൺകുട്ടികൾക്ക് ഇന്നൊരു ഇച്ഛാശക്തിയുണ്ട്, ജീവിതത്തിൽ മുന്നേറണമെന്ന ആഗ്രഹമുണ്ട്. അമ്മയാകുവാനായിട്ട് അവർ തയ്യാറെടുക്കുമ്പോൾ തന്നെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ കൂടി അവൾ പ്രതിജ്ഞാബദ്ധയാണ്. മറുചോദ്യമുള്ള ശ്രീമതി പത്മജ മേനോൻ, ഈ 18 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊക്കെ അധ്യയനം തുടരുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലടക്കമുണ്ട്. അപ്പോൾ പിന്നെ ആ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നൊരു ചോദ്യം. കാര്യമുണ്ട്, തീർച്ചയായിട്ടും കാര്യമുണ്ട്. പലപ്പോഴും വിവാഹിതയായി കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിച്ചോ അല്ലാതെയോ അമ്മയാവുകാനുള്ള ഒരു സാധ്യത കൂടെ കൂടുതലാണ്. ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. എത്രമാത്രം കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു അമ്മ എന്ന നിലയിൽ ആ പെൺകുട്ടി നിർവഹിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ശാരീരികമായ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ശാരീരികമായ വിഷമതകൾ, അതൊക്കെ ആ കുട്ടിയുടെ പഠനത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം അതെ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ചിലരുടെ ഒരു ആശങ്ക എന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് ഷാഫി ചാലിയമൊക്കെ ഉന്നയിച്ചൊരു ആശങ്ക, ലിവിങ് ടുഗെദർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ലിവിങ് ടുഗെദർ
അതിനിപ്പോൾ നമ്മൾ ആ തരത്തിലേക്ക് ഇനി നമ്മുടെ യുവജനങ്ങൾ മാറിപ്പോകുമോ, അത് നമ്മുടെ നാട്ടിൽ കൂടുതലായി വരുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക. കാരണം വിവാഹം കഴിക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ ലിവിങ് ടുഗദറിലേക്ക് പോയി കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു അരാജകത്വം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്നൊരാശങ്ക. തീർച്ചയായിട്ടുമില്ല ശ്രീമതി അനൂജ. ഞാനിത് നോട്ട് ചെയ്ത പോയിന്റ് തന്നെയാണ് താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വച്ചത്. 18 ഉം 21 വയസ്സിനിടയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ തീവ്രമായ ആഗ്രഹത്തോടെ പഠിക്കുന്ന സമയമാണ്. പ്രൊഫഷണൽ ഡിഗ്രി ആവട്ടെ, അല്ലെങ്കിൽ കോളേജ് ആവട്ടെ, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളാവട്ടെ, അവരുടെ മനസ്സിൽ ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ ഫോക്കസ്ഡ് ആണ് അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്. ആ സമയത്ത് നിങ്ങളൊരു ചർച്ച നടത്തിക്കോളൂ, ഇതിനനുബന്ധമായിട്ട് നിങ്ങളൊരു സർവേ നടത്തിക്കോളൂ. ആരാണ് ലിവിങ് ടുഗദറിനെ കുറിച്ച് ആലോചിക്കാൻ പോകുന്നത്? ജോലി കിട്ടി അല്ലെങ്കിൽ വേറെ അവസ്ഥയിലാണ് പലരും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും. പുസ്തകങ്ങളുടെ മുമ്പിൽ ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഒരു സെക്സ് ഇതുപോലും ഇല്ല. എല്ലാവരും സുഹൃത്തുക്കളാണ്, അടുത്തടുത്തിരുന്ന് പഠിക്കുന്നു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഇതൊക്കെ വെറുതെ പറയുമ്പോൾ ഒരു അമ്മയായ എനിക്കൊരു മകനുണ്ട്, 20ഉം 22ഉം വയസ്സായ 2 ആൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. എന്ത് ഇതായിട്ടാണ് അവർ സുഹൃത്ത് ബന്ധങ്ങളെ കാണുന്നത്? അവർക്ക് ഒരേ ഫോക്കസേ ഉള്ളൂ ജീവിതത്തിൽ. അവർ ലിവിങ് ടുഗദർ പോയിട്ട് ഒന്നിനെ കുറിച്ചും പഠിക്കുക, നന്നായി പഠിക്കുക, ഈ അവസരത്തിൽ പഠിക്കുക, നല്ലൊരു ജോലി സമ്പാദിക്കുക, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക, അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങും തണലും ആകുക. അതും മാത്രമാണ് ഇന്നത്തെ യുവതയുടെ തീരുമാനം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും ബാലിശമാണ്. ഈ 3 വർഷത്തിനുള്ളിലാണ് ഇവിടെ അരാജകത്വം ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നത് ഏതൊക്കെയോ ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെയാണ്, എന്തൊക്കെയോ പറയാൻ വേണ്ടി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ശ്രീ ബഷീർ ഫൈസി, ഇപ്പോൾ നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ നാട്ടിൽ 18 വയസ്സാണ് വിവാഹപ്രായം എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും ശൈശവ വിവാഹത്തിന് നിരോധനമൊക്കെ ഉണ്ടെങ്കിലും അത് നടക്കുന്നുണ്ട് ധാരാളം. നമ്മുടെ സംസ്ഥാനത്ത് അത് കുറവായിരിക്കാം, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ധാരാളം നടക്കുന്നുണ്ട്. അതിക്രൂരമായ ബലാത്സംഗം പോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇരയായി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെയുള്ളൊരു നാടാണ് നമ്മുടേത്. അതെന്തുകൊണ്ടുണ്ടാകുന്നു? ഈ നിയമത്തിലൂടെയാണോ ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് എന്നൊരു വലിയൊരു ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തവുമാണ്. പക്ഷേ ഇതിൽ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ 18 വയസ്സ് 21 ആക്കുന്നത് എന്ന് പറയുമ്പോഴും എത്ര പെൺകുട്ടികൾക്ക് നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് കാര്യങ്ങൾ അനുവദിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സ് എന്നതിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട്? താങ്കളുടെ ആത്മാർത്ഥമായ അഭിപ്രായം എന്താണ്? മറുപടി പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, നമ്മുടെ നേരത്തെ സംസാരിച്ച നമ്മുടെ മാഡം അവര് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിനെ പ്രതിനിധീകരിച്ച് വന്നതാണെന്ന് എനിക്കറിയില്ല, അതോ ആർട്ടിസ്റ്റാണ്. ഞാൻ യാത്രയിലാണ് കേൾക്കാൻ കഴിഞ്ഞില്ല. പത്മജ മേനോൻ മഹിളാ മോർച്ചയുടെ ദേശീയ സെക്രട്ടറിയാണ്. ഓക്കെ, താങ്ക് യു. അവര് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ കൗതുകമായി തോന്നി. നേരത്തെ ബഹുമാനായ ഷാഫി ചാലിയം ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംസാരത്തിന് കൗണ്ടർ ആർഗ്യുമെന്റായി അവർ ഉദ്ധരിച്ചത് 18 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേരൊക്കെ പഠിക്കാനുള്ള ശ്രമത്തിലാണ്, അവർ മറ്റു ചിന്താഗതിയിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇതിനൊരു മതപരമായ പരിപ്രേക്ഷ്യത്തിലോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ തന്നെ ഊന്നി പറയാണ്. ആ പറഞ്ഞതിനൊരു മറുപടി പറയേണ്ടതുണ്ട്. നമുക്ക് ഇവര് തന്നെയാണ് ഇവിടെ ഭയങ്കരമായ രീതിയിലുള്ള ലവ് ജിഹാദ് നടക്കുന്നു, പ്രണയ വിവാഹങ്ങൾ നടക്കുന്നു, അങ്ങനെ മതം നോക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇവര് തന്നെയാണ് ചുംബന സമരത്തിനെതിരെ കൊച്ചിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിരന്തരം നടക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വനിതാ പ്രതിനിധി പറയുകയാണ് 18 വയസ്സ് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാകുന്നില്ല, അവർക്ക് കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കള്ളമായിരുന്നോ? ഞാൻ പറയുന്നത് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും മോശക്കാരാകുമെന്നല്ല, വിവാഹം കഴിച്ചതുകൊണ്ട് എല്ലാവരും പരിശുദ്ധരാകുന്നുമില്ല. അങ്ങനെ 2 വാദവും എനിക്കില്ല. അതൊക്കെ ഒരു മനുഷ്യന്റെ ധാർമ്മികമായ മതപരമായ വിശ്വാസ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവര് പറയുന്ന ഒരു കാര്യം, ഈ ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ട് ഷാഫി ചാലിയെ ഉന്നയിച്ചതിന് മറുപടിയായി അവർ പറഞ്ഞത് വളരെ കൗതുകകരമായി തോന്നി. നിങ്ങളുടെ തന്നെ വാദങ്ങൾ നിങ്ങൾ പിന്നോട്ടടിക്കുകയാണ് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വിഷയത്തെ നമ്മൾ ചോദിച്ചതിന് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. 18 വയസ്സിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇവിടെ ആർക്കാണ് നിർബന്ധം? 19ലോ 20ലോ ഇനി 30 വയസ്സിലോ ഇനി വിവാഹം തന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നം ഭരണഘടന അനുവദിച്ചു തരുന്ന ഒരു പൗരന്റെ മൗലിക അവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. അതൊരു അജണ്ടയാണ്. റജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇത് സ്ത്രീകളുടെ എൻഫോഴ്മെന്റ് അല്ല, പോഷകാഹാരക്കുറവ് കൊണ്ട് കുട്ടികൾ മരിക്കുന്നതിനുള്ള പരിഹാരമല്ല,
ഇതൊരു അജണ്ടയാണ്. ഇതിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല? നോക്കൂ നിങ്ങൾ, ഇവിടെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഫ്രീ സെക്സിന് അനുവാദമുള്ള ഒരു രാജ്യമായി കഴിഞ്ഞു ഇന്ത്യ, അല്ലേ? സമീപകാലത്തല്ലേ അങ്ങനെ ഒരു നിയമം പാസ്സാക്കപ്പെട്ടത്? അപ്പൊ 18 19 വയസ്സുള്ള 2 പെൺകുട്ടികൾ പ്രണയിച്ചോ അല്ലാതെയോ അവർ സെക്സിൽ ഏർപ്പെടുന്നു, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അതിൽ കുഞ്ഞുണ്ടാകുന്നു. എന്താണ് ആ കുഞ്ഞിന്റെ നിയമപരമായ വിഷയം? എങ്ങനെയാണ്? നിയമപരമായി അവർ വിവാഹിതരല്ല, പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. 100 കണക്കിന് അങ്ങനെ സംഭവിക്കില്ലേ? നിങ്ങളുടെ തന്നെ വാദപ്രകാരം അതൊക്കെ നമ്മളുടെ ഒരു സ്ഥിരമായി അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് എന്ന തരത്തിലേക്കൊക്കെ നമ്മൾ അതിനെ വിലയിരുത്താൻ പറ്റുമോ നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ? എനിക്കറിയില്ല ശ്രീ ബഷീർ ഫൈസൽ. ഒരാളെങ്കിലും ഉണ്ടായാൽ എന്തായിരിക്കും അതിന്റെ രീതി? അല്ല, നമ്മുടെ സമൂഹത്തിലെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം അങ്ങനെയൊക്കെയാണോ? എന്റെ അറിവിലല്ല. അല്ല, നേരത്തെ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ഉന്നയിച്ച ഒരു ആർഗ്യുമെന്റ് മൊത്തത്തിൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ ഒരു പ്രസ്താവന ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന്. അല്ല, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇപ്പോൾ 18 വയസ്സാകുമ്പോൾ മുതൽ ഒരു പെൺകുട്ടി വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അറിയാൻ കഴിയും. 18 വയസ്സാകുമ്പോൾ മുതൽ വിവാഹം ആലോചിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലൊക്കെയുള്ള ഒട്ടേറെ പെൺകുട്ടികളുണ്ട്. അവർക്ക് പക്ഷെ പഠിക്കണം, ഇപ്പോൾ വിവാഹം വേണ്ട, പക്ഷേ വീട്ടിൽ നിർബന്ധിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെയുള്ള അത് കോമൺ ആയി നടക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ ഫ്രീ സെക്സ് അനുവദിക്കപ്പെട്ട ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സ് അനുവദിക്കപ്പെട്ട നിയമം മാറ്റിയിട്ടുണ്ടോ? ഇപ്പോ 21 വയസ്സ് മുതൽ മതി എന്ന് തീരുമാനമായിട്ടുണ്ടോ? അവരെന്ത് ചെയ്യും? അവരങ്ങനെ ചെയ്താൽ എന്താണ് അതിന്റെ നിയമക്രിയകൾ എന്തായിരിക്കും? അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? രാജ്യത്ത് അങ്ങനെ ഒറ്റപ്പെട്ടല്ലേ ചോദിക്കേണ്ട, ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടായാൽ എന്തായിരിക്കും നിയമം? അപ്പൊ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ പഠനമില്ലാതെ അതൊരു കുഞ്ഞുങ്ങൾ ജനിക്കുകയും പോഷകാഹാരക്കുറവുണ്ട്, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും മരിക്കുകയൊക്കെ ചെയ്യില്ലേ? എപ്പോഴും തൊട്ട് നിയമം. അപ്പൊ ഇത് ലോജിക്കലി അല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഞാൻ എല്ലാ പ്രതിനിധികൾക്കും ഓരോ മിനിറ്റ് വീതം നൽകുകയാണ്. ശ്രീ ഷാഫി ചാലിയം, താങ്കൾക്ക് പറയാം. ഞാൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് ഫോൺ ചെയ്തു, ന്യൂയോർക്കിൽ നിന്ന്. ശരി, ഈ ചർച്ച കണ്ടുകൊണ്ട് വിളിച്ചതാണ്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അമേരിക്കയിലെ ഹൈസ്കൂളുകളിൽ ബേബി സിറ്റിംഗ് റൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന അമേരിക്കയിലെ ഹൈസ്കൂളുകളിൽ ബേബി സിറ്റിംഗ് റൂം, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ വരുന്ന കുട്ടിക്ക് കുഞ്ഞുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയൊക്കെ 12ാം വയസ്സും 13ാം വയസ്സും തൊട്ടിട്ട് പ്രസവിച്ചുകൊണ്ടേയിരിക്കുക. 20 ആകുമ്പോൾ 2-3 പിള്ളേരാകുക. ഈ പിള്ളേരെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കില്ല. ഇതൊക്കെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അനിത മാഡം ഒരു പേഴ്സണൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെ പാർട്ടികളെ കുറിച്ചൊക്കെ. വനിതകളാരും കിട്ടുന്നില്ല, അവരുടെ നിലപാട് തിരുത്താണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ മീഡിയ ചുമതലയുള്ള സെക്രട്ടറിയാണ്. എത്ര വനിതകളെ ഞങ്ങൾ മഹിളാ നേതാക്കളെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി. ഞങ്ങളുടെ പാർട്ടിയുടെ നയം, ഞാൻ ഈ പറയുന്നത് പോലുള്ള നയം ഇവിടെ വന്ന് ഞാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ വനിതാ നേതാക്കളെ അല്ല ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൽക്കാലം ആ പാർട്ടിയുടെ പേരോ ആ നേതാക്കളുടെ പേരോ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മുൻനിര പാർട്ടികളുടെ നേതാക്കൾ തന്നെയാണ് അവർ. ഞങ്ങളുടെ പാർട്ടി തയ്യാറാണെന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. പിന്നെ അനുജ മാഡത്തിനോട് ചോദ്യം, ഈ ലിവിംഗ് ടുഗദർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും മാഡം നടത്തിയില്ല. മാഡത്തിന് അതിനോട് യോജിപ്പുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒളിച്ചോടി പോകുന്ന കമിതാക്കളുടെ പ്രായം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാ പ്രായം എന്നുള്ളത്? 20-ന് താഴെയായിരിക്കും. നമ്പർ ഫസ്റ്റ്. മറ്റൊന്ന്, എന്റെ കമ്പനിയിലെ ഒരു ജീവനക്കാരിയായ ഒരു പെണ്ണിന്റെ ഒരു കുട്ടി ഈ അടുത്ത് ഒളിച്ചോടിയ ഡേറ്റ് ചെയ്താൽ അറിയോ? 18ാം വയസ്സ് അതിന്റെ ഡേറ്റ് 18 തികയുന്ന അന്ന് കാലത്ത് ഒളിച്ചോടി. ഇത് കാത്തിരിക്കുകയാണ്. ഇത്തരക്കാരായ ഒരുപാട് ആളുകളും കൂടി അടങ്ങിയതാണ് നമ്മുടെ ഇന്ത്യ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ശരി, ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് വളരെ വേഗം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അവർക്ക് BJP കൊണ്ടുവരുന്ന ഏത് അപരിഷ്കൃത ഇവിടെ പിന്താങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ അവരോട് എനിക്ക് പരിഭവമില്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. 18 വയസ്സ് നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് 18-ന് താഴെയുള്ളവരെ ഇവിടെ വിവാഹം പോലും തടയാൻ പറ്റാത്ത ഒരു കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് 21 വയസ്സ് നിയമം കൊണ്ടുവരുമ്പോൾ തടയാൻ പറ്റുന്നത്? പിന്നെ രണ്ടാമത്തെ അനുജിയോട് തന്നെയാണ്. അനുജിനോട് വിചിത്രമായ ചോദ്യം ചോദിച്ചു. യൂറോപ്പിലും US-ലൊക്കെ 18 വയസ്സല്ലേ, അപ്പൊ അതിലേക്ക് നമ്മളെ പുറകോട്ടുണ്ടോന്നത്? അപ്പൊ യൂറോപ്പ് US പോലുള്ള രാജ്യങ്ങളിൽ അപരിഷ്കൃതരായ ജനക്കൂട്ടാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ വർഷങ്ങളോളം ജീവിച്ച ഒരാളാണ്. ആധുനിക ലോകത്തിന്റെ പൾസ് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിലെ പെൺകുട്ടികൾ 18 വയസ്സിൽ പ്രായപൂർത്തിയാകും എന്ന ഒരു ഭാവന
അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം പതിറ്റാണ്ടുകളായിട്ട് നിയമപരമായിട്ടുള്ളപ്പോൾ ഇനി 21 വയസ്സിലെ അവർ പ്രായപൂർത്തിയാകത്തുള്ളൂ, വിവാഹത്തിന് കെൽപ്പുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവരുന്നതിലൂടെ ഈ രാജ്യത്തിനെ നിങ്ങൾ പുറകോട്ട് കൊണ്ടുപോവാണ്. അതായത് വസ്തുത 18 വയസ്സ് നിയമപരമായിട്ട് വിവാഹം ചെയ്യണമെന്ന് ഒരു നിയമവും ഇന്ത്യയിലില്ല. വേണമെങ്കിൽ വിവാഹം ചെയ്താൽ മതി. പക്ഷേ 21 വയസ്സ് കഴിഞ്ഞ് കുട്ടിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട് പാടില്ല. 21 വയസ്സിലാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതെന്നുള്ള ഈ അപരിഷ്കൃത നിയമം കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഒരു തർക്കമില്ല കാര്യം. അതിനെ ജാതിയും മതമായിട്ടൊന്നും കൂട്ടിക്കിട്ടണ്ട. ഈ രാജ്യത്തെ പല വികൃതമായ രീതിയിൽ ഈ രാജ്യത്തെ കൊണ്ടുപോകാനായിട്ടുള്ള ബലഹീനമായ ഒരു സർക്കാരിന്റെ വളരെ വികലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുന്നതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. ശരി, എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ എത്തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇതിൽ നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നതിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായൊരു ഐഡിയ ഇല്ല. പക്ഷേ അത് തിങ്കളാഴ്ച ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾക്കൊക്കെയുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി പത്മജ മേനോൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ബഷീർ ഫൈസി ദേശമംഗലം, ഒപ്പം തന്നെ ശ്രീ ഷാഫി ചാലിയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.